ഹലോ ഗൈസ്, അപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്കുള്ളൊരു വലിയൊരു ജേണിയാണിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോ ഹാരിയർ EV-യിലാണ് നമ്മള് ഇന്ന് യാത്ര പോണത്. ഹാരിയറിന്റെ പെർഫോമൻസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? അപാര പെർഫോമൻസ് ആണ്, നല്ല ടോർക്ക് ഉണ്ട്. വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് ഇപ്പൊ അത്യാവശ്യം കുറെ ട്രിപ്പുകളും പോയെന്നുണ്ടല്ലേ? അധികം അങ്ങനെ ലോങ് ട്രിപ്പ് പോയിട്ടില്ല. കൂടുതലും കൊച്ചി, ബാംഗ്ലൂരാണ് നമ്മൾ കൂടുതലും പോയിരിക്കുന്നത്. പിന്നെ മൈസൂർക്ക് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ. എന്താണ് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കംഫർട്ടാണ്. നമ്മളിപ്പോ ഒരു പാസഞ്ചർ ആയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഫീച്ചേഴ്സും നല്ലതാണ്, നല്ല സൗണ്ട് സിസ്റ്റം ആണ്. അതെ, നമ്മുടെ ക്യാമറമാൻ ഒന്ന് വാഷ്റൂമിൽ പോയതാ. എങ്ങനെയുണ്ടായിരുന്നു പാരഗണിലെ ഫുഡ്? ഫേമസ് ബിരിയാണി ഒന്നും കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും അല്ലാത്തത് കൊണ്ട് മീൽസ് ആയിരുന്നു. അത്യാവശ്യം ഡീസന്റ് മീൽസ്. പിന്നെ ഇപ്പൊ നമ്മള് ആക്ച്വലി കുറച്ച് ഡിലേഡ് ആണ്. നമ്മള് ഒരു 1 hour ബ്രേക്ക് എടുത്തു. ഇനി നമുക്കൊരു 45 minutes ചാർജിങ് ബ്രേക്കോടെ വേണ്ടി വരും. അപ്പം ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൻ്റെ അടുത്തുള്ള ചാർജിങ് പോയിന്റ് തന്നെ ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലി ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് ചെറിയ ബ്ലോക്കും ഉണ്ട് റോഡിൽ. സമയത്ത് തൃശ്ശൂർ കടക്കണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ വെച്ചിട്ട്. പക്ഷേ എല്ലാവരും ഹെൽത്ത് ഇത്തിരി വീക്ക് ആയതുകൊണ്ട് പിന്നെ സ്ലോയിൽ പോകാമെന്ന് കരുതി. ഇനി നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് ഇനി നിർത്തുള്ളൂ. ഹാരിയറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാവുന്നത് ഈ ചൂടാണ്. AC അത്ര സ്ട്രോങ് അല്ല. പിന്നെ വണ്ടിയിൽ ഗ്ലാസ് കൂടുതലാണല്ലോ, അപ്പോൾ പിന്നെ എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ വേറൊരു ഫീച്ചർ ഞങ്ങൾ ഇന്ന് ഉപയോഗിച്ചൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഞങ്ങൾ പാരഗണിൽ 1 മണിക്കൂർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ വെയിലത്ത് കിടന്നപ്പോൾ നമ്മൾ യൂഷ്വലി വണ്ടി കയറി ചൂടുകൊള്ളുക ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഹാരിയറിൻ്റെ ഉള്ളിൽ ഐറ ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എയർ കണ്ടീഷൻ ഓൺ ആക്കാം റിമോട്ടിൽ. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് എയർ കണ്ടീഷൻ ഓൺ ആക്കിയിട്ടാണ് വണ്ടിയിൽ കയറിയത്. അപ്പോൾ വണ്ടിയിലെത്തിയപ്പോൾ ഉടനെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റി. വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്, പക്ഷേ നല്ലൊരു ഫീച്ചറാണെന്ന് ഞാൻ പറയൂ. കേരളത്തിന്റെ ബ്യൂട്ടി നമ്മൾ പുറത്തെത്തുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയും പച്ചപ്പൊന്നും പിന്നെ എവിടെയും ഉണ്ടാവില്ല. ഒരു ഫീൽ, ഹോംലി ഫീൽ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ നമ്മൾ ഈ കേരളത്തിലെത്തുമ്പോഴായിരിക്കും. നമ്മളിത് കുതിരാനിലേക്ക് ഏകദേശം എത്താൻ പോവുകയാണ്. ഞാനൊരു പണ്ടൊരിക്കൽ ഇതിൽ വന്നപ്പോൾ ഈ കുതിരാനൊക്കെ പണിയുന്നതിന് മുമ്പ് നൈറ്റ് ഒരു 2 hours ഇവിടെ കിടന്നിട്ടുണ്ട്. അന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതവര് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായല്ലോ. അപ്പോൾ അതിന്റെ പരിഹാരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ, കുതിരാൻ തുരങ്കം. നിങ്ങൾക്കറിയോ, ഞാൻ ബിടെക് പഠിക്കുമ്പോൾ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്താ പറയുക വേസ്റ്റ് നൈറ്റ് മെയർ പോലെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവിടെ ബ്ലോക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മളൊരു 4th year ഒക്കെ ആയപ്പോഴേക്കും ഈ റോഡ് പിന്നീട് കുതിരാൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സൂപ്പർ ഫാസ്റ്റ് പോലെ. ഇപ്പോൾ ഏറ്റവും എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ളൊരു വഴിയാണ് ഈ ഒരു തൃശ്ശൂർ പാലക്കാട് യാത്ര. നമ്മൾ കുതിരാനിലെത്തി. ഇവിടെ 2 തുരങ്കമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് തുരങ്കമാണ്. നമ്മൾ തുരങ്കത്തിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു തുരങ്കത്തിന്റെ അപ്പുറം ഒരു ലൈറ്റ് കാണുമ്പോൾ അതായത് ഒരു ഡാർക്ക്നെസ് വിട്ട് മാറി ലൈറ്റിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ നമ്മൾ. അപ്പൊ നമ്മളിതേ വാളയാർ എത്തി, നമ്മുടെ വാളയാർ പരമശിവത്തിന്റെ നാട്ടിൽ. അപ്പൊ നമ്മള് ബോർഡർ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറാണ്.
ഇവിടെ കാര്യം നോട്ടീസ് വെച്ച് ഇവിടെ നിറച്ച് ലോട്ടറി കടയായിരുന്നു കേട്ടോ. അപ്പൊ ആ സൈഡിലൊക്കെ നിറച്ച് ലോട്ടറി കടയാണ് ബാക്കിൽ. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ലോട്ടറി ഇല്ല, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ചാരായല്ല, ഇപ്പൊ ലോട്ടറിയാണ് ഇവിടെ കച്ചവടം. അതേപോലെ തമിഴ്നാട്ടിലേക്ക് ലോട്ടറി ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇതാണ് തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ്. അതെ, നമ്മുടെ TVKയുടെ തമിഴ്നാട്. ഇപ്പൊ നമ്മുടെ വിജയാണല്ലോ. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 100%-ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 60-ലേക്ക് എത്തിയിട്ടുണ്ട്. 60%-ലാണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 61. ലോറിക്കാർ മത്സര ഓട്ടമാണ് കേട്ടോ. ആരെയും കയറ്റി വിടത്തുമില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആക്കി ഓടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അടുത്ത ചാർജിങ് സ്പോട്ടാണ്. അത് നമ്മൾ അടുത്ത് ചാർജ് ചെയ്യാൻ പോകുന്നത് കലിയന്നൂരിൽ സിയോണിന്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു ഹോട്ടലേ ഉള്ളൂ. അതാണെങ്കിൽ അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ അത്ര ഹംഗ്രി അല്ല, ഇപ്പൊ ഒരു മീല കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ മിക്കവാറും നമ്മൾ അവിടെ തന്നെ ആയിരിക്കും ചാർജ് ചെയ്യുക. എന്തായാലും നമുക്ക് അവിടുത്തെ ചാർജിങ് ലെവൽ നോക്കാം. ഇപ്പൊ നമ്മുടെ ആവറേജ് ഫ്യൂൽ എക്കോണമി വരുന്നത് ഏകദേശം 168 വാട്ട്/കിലോമീറ്റർ ആണ്. 168 വാട്ട്/കിലോമീറ്റർ. അപ്പൊ ഏകദേശം ഒരു 440 കിലോമീറ്റർ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു എക്കോണമി നമുക്കിപ്പോ കാണുന്നത്. പിന്നെ നമ്മൾ ഹൈവേയിൽ അങ്ങനെ സ്ലോയിലൊന്നും അല്ല പോണത്. നമ്മൾ 100-ൽ തന്നെ ക്രൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി 90 to 100. നമ്മളൊക്കെ ഒരു നല്ലൊരു റേഞ്ചാണത്. ആ ഒരു എക്കോണമിയിൽ നമ്മൾ 100-ൽ ക്രൂസ് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ്. കോയമ്പത്തൂർക്ക് ഒരു സ്ട്രെച്ച് ഉണ്ട്. കോയമ്പത്തൂരിലെ സ്ട്രെച്ചിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ലൈനാണ്. അപ്പൊ നമുക്ക് അവിടെ ഓവർടേക്കിംഗ് ഒന്നും പറ്റില്ല. അപ്പൊ അവിടെ കുറച്ച് ടൈം പോകും. ഒരു 17-20 കിലോമീറ്റർ നമ്മളിങ്ങനെ ഒരേ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. അത് മാത്രമാണ് ഈ ഒരു റൂട്ടിൽ ചെറിയ ഡ്രോബാക്ക്. പിന്നെ കോയമ്പത്തൂർ എത്തിക്കഴിയുമ്പോൾ സിഗ്നലും ചിലപ്പോൾ നല്ല തിരക്കുള്ള സിഗ്നൽ ആയിരിക്കും. പിന്നെ ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അവിടുത്തെ ഒരു പീക്ക് ഓഫീസ് അവേഴ്സ് എൻഡ് ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും അവിടെ എത്തുന്നത്. ഏകദേശം ഒരു 4:30-ക്കാണ് നമ്മൾ അവിടെ എത്താൻ പോകുന്നത്. 5 മണിക്കാണ് നമ്മൾ അവിടെ എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹോപ്പ് ചെയ്യാം ട്രാഫിക് ലെസ് ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതെ, വിജയണ്ണനോടൊന്ന് പറയണം ഈ സ്ട്രെച്ച് ഒന്ന് 4 ലൈൻ ആക്കാൻ. അപ്പൊ ഈ വെയിലത്തൊക്കെ ഹാരിയർ ആയിട്ട് പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മിഡ് വേരിയന്റിൽ വരെ ഇവര് എന്താ പറയാ വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചൂടത്ത് വന്നിരുന്നാലും നമുക്ക് ആകെ ഒരു കോൾഡ് ഫീലിംഗ് ആണ്. അപ്പോൾ മിക്കവരും വണ്ടി ഓടിക്കുമ്പോൾ പുറം ഇറക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ കൂൾഡ് സീറ്റും വെന്റിലേറ്റഡ് സീറ്റ് അത്യാവശ്യം ഒരു അടിപൊളി ഫംഗ്ഷനാലിറ്റി ആണ്. അത് ബേസ് വേരിയന്റിലുണ്ടോ എന്ന് അറിയില്ല. മിഡ് വേരിയന്റ് ആയ ഫിയർലെസ് പ്ലസിലുണ്ട്. നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് ഹാരിയർ. ഹായ്, അപ്പൊ നമ്മള് കളിയന്നൂരാണുള്ള സിയോൺ EVയുടെ ചാർജിങ് പോയിന്റിൽ. ഇവിടെ എന്താണ് നമ്മൾ സിയോൺ EVയിൽ വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സിയോൺ EV ആണ്. ടാറ്റ EV ആൻഡ് സിയോൺ ടൈപ്പിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ ഇത് 120 കിലോവാട്ടിന്റെ ചാർജറാണ്. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ടാറ്റ ഹാരിയറിൽ ഇപ്പൊ നമുക്ക് 110 കിലോവാട്ട് വരെ ഇതിന്റെ ചാർജിങ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 60 കിലോവാട്ടിൽ ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 1 hour കൊണ്ട് തന്നെ ചാർജ് ചെയ്യാം. ഇതിപ്പോൾ എനിക്കൊരു 40 മിനിറ്റ്സ് എടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 30 നിന്ന് ഏകദേശം ഒരു 90 വരെ എത്തിയപ്പോൾ എനിക്കൊരു ഒരു 40 മിനിറ്റ്സിൽ ഞാനൊരു 70% ചാർജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂരാണ്. അപ്പം ഇനി ബാംഗ്ലൂരിലേക്കുള്ള ഒരു 235 കിലോമീറ്റേഴ്സ് ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി ബാംഗ്ലൂർ വെച്ച് കാണാം.
ഫൈനലി നമ്മൾ ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ബാംഗ്ലൂർ. ഇതിന്റെ ഇടയ്ക്ക് കുറെ സംഭവബഹലമായ കാര്യങ്ങളൊക്കെ നടന്നു. നമ്മള് ധർമ്മപുരി എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഴയൊക്കെ പെയ്തു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വെള്ളച്ചാട്ടം പോലെയായിരുന്നു മഴ. ഏകദേശം നമ്മൾ ഒരു മണിക്കൂർ ധർമ്മപുരിയിൽ നിന്നു. പിന്നെ അവിടെ നിന്നിട്ട് മഴ മാറണില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ ചെറുതായിട്ട് വണ്ടി എടുത്ത് നീങ്ങി. നല്ലൊരു ഡിസിഷനായിരുന്നു. കാരണം മഴ ഒരു 10-20 കിലോമീറ്റർ ചെന്നപ്പോൾ മഴ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അനുഗ്രഹമായി. പിന്നെ നമുക്ക് അധികം വണ്ടികളും ബ്ലോക്കും ഒന്നും കിട്ടിയില്ല. പിന്നീട് മഴ കാരണം എല്ലാ വണ്ടികളും അവിടെ നിർത്തിയിട്ടൊക്കെ വരുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചേക്കാളും ഒരു 2-3 മണിക്കൂർ മൊത്തത്തിൽ ലേറ്റ് ആയിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ ഡ്രൈവ് കൊണ്ടല്ല, നമുക്ക് കുറച്ച് മെഡിക്കൽ എമർജൻസീസും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മൊത്തത്തിൽ ലേറ്റ് ആയത്. ബട്ട് സ്റ്റിൽ വി ആർ അബൌട്ട് റീച്ച് ബാംഗ്ലൂർ. ഇവിടുത്തെ മേജർ ഒരു IT ഹബ്ബാണ് അൾട്രോൺ സിറ്റി. അവിടെ എന്താ പറയാ, ബാംഗ്ലൂരിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയാം അൾട്രോൺ സിറ്റിയിൽ. നമ്മളിവിടുത്തെ ബാംഗ്ലൂർ മെട്രോ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വലിയ ഫ്ലൈ ഓവർ എടുക്കാനുണ്ട്. അപ്പൊ നമ്മളിവിടെ അൾട്രോൺ സിറ്റിയിൽ നിന്ന് ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിൽക്ക്ബോർഡിലാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു ട്രാഫിക് ചോക്ക് പോയിന്റിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സിൽക്ക്ബോർഡാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം. 550 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പൊ നമ്മുടെ ആവറേജ് എനർജി കൺസപ്ഷൻ കാണിക്കുന്നത് ഏകദേശം 164 വാട്ട്/അവർ പെർ കിലോമീറ്റർ ആണ്. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഇറങ്ങിയപ്പോ ഏകദേശം 100% ആയിരുന്നു. ഇപ്പോ നമ്മുടെ വണ്ടിയിൽ 36% ഉണ്ട്. ബട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ചാർജ് ചെയ്തത് നമ്മള് 30% ആയപ്പോ നമ്മള് അതിനെ 90% ആക്കിയിട്ടുണ്ടായി. അപ്പൊ വീണ്ടും ഇപ്പോ 35%ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വീടെത്തുമ്പോഴത്തേക്ക് ഒരു 20% ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഹാരിയർ കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ചാർജിൽ നമുക്ക്, അതായത് ഇൻ ബിറ്റ്വീൻ ഒരു ചാർജിൽ നമുക്ക് ബാംഗ്ലൂർ എത്താം ഈസി ആയിട്ട്.